ബാങ്കിങ് ആസ്പിറൻസിനെ സംബന്ധിച്ച് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ സമ്മാനമായിട്ടാണ് SBI ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 13,735 വേക്കൻസീസാണ് ഇതുവരെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 426 വേക്കൻസിയാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗടിപ്പിക്കാതെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഡേറ്റ് 2024 ഡിസംബർ 17, അഥവാ ഇന്ന് മുതലാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് 2025 ജനുവരി 7 അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ എൻഡ് ഡേറ്റ് വരെ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് കാത്തിരിക്കരുത്. കാരണം സൈറ്റ് ബിസി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമുക്കിനി എക്സാം ഡേറ്റ്സ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ക്ലർക്കിന് 2 പരീക്ഷകളാണ്, പ്രിലിമിനറി പരീക്ഷയും മെയിൻസ് പരീക്ഷയും. അപ്പോൾ 2025 ഫെബ്രുവരി മാസമായിരിക്കും പ്രിലിംസ് പരീക്ഷ നടക്കുന്നതെന്നാണ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നമുക്കിതിൻ്റെ മെയിൻസ് പരീക്ഷ നടക്കും. പിന്നീട് നമുക്ക് നോക്കേണ്ടത് വേക്കൻസിയാണ്. നമ്മൾ ഈ പേജാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത്. എത്ര വേക്കൻസി? ടോട്ടൽ വേക്കൻസി 13,735 നമ്മൾ കേരളത്തിന് ഒരു സർക്കിൾ വൈസ് ആണ് നമുക്ക് ഈ വേക്കൻസീസ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സർക്കിളിൽ ഒരു പക്ഷേ 1-2 സ്റ്റേറ്റോ അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ടെറിട്ടറിയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സർക്കിളാണ്. അവിടെ നമുക്ക് കേരളവും ലക്ഷദ്വീപും വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമുള്ള ടോട്ടൽ വേക്കൻസി 426 ആണ്. അത് SC-ക്ക് 42, ST-ക്ക് 4, OBC-ക്ക് 115, EWS എക്കണോമിക് വീക്കർ സെക്ഷന് 42, നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് 223 ഉൾപ്പെടെ ടോട്ടൽ 426 വേക്കൻസിയാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വേക്കൻസി അനുസരിച്ച് നമ്മുടെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ കർണാടകയിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കർണാടകയിൽ ഇത്തവണ 50 വേക്കൻസിയെ പറഞ്ഞിട്ടുള്ളൂ. ടോട്ടൽ വേക്കൻസി 50 കർണാടകയിൽ ഇതുവരെ ഉള്ളൂ. പിന്നീട് തമിഴ്നാട്ടിലും ടോട്ടൽ വേക്കൻസി 336 ഇവിടെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം, നമുക്ക് സ്റ്റേറ്റ് വൈഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റേറ്റ് വൈഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ LPT ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഏത് സ്റ്റേറ്റ് മാറി അപ്ലൈ ചെയ്താലും ആ സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജിൽ നമ്മൾ പ്രൊഫഷൻ്റ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സ്റ്റേറ്റുകളിൽ 1000-ലധികം വേക്കൻസീസാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലാംഗ്വേജ് നമുക്ക് ഓൺലൈനായിട്ട് നടക്കുന്ന എക്സാമിൻ്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് എപ്പോഴും ഇംഗ്ലീഷും ഹിന്ദി ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ലോക്കൽ ലാംഗ്വേജിലും പരീക്ഷ എഴുതാനൊരു പ്രൊവിഷൻ നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഏജ് ലിമിറ്റാണ്. ക്ലർക്ക് SBI ക്ലർക്കായിട്ട് അല്ലെങ്കിൽ ജൂനിയർ അസോസിയേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് ഏതാണ്? 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക്, ജനറൽ കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന ഡേറ്റ് 1996 ഏപ്രിൽ 2 മുതൽ 2024 ഏപ്രിൽ 1 വരെ ജനിച്ചവർക്ക്. ഈ 2 ഡേറ്റും ഇൻക്ലൂസീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 20 മുതൽ 28 വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ വന്നേക്കുന്നത് SC-ST-ക്ക് 5 വർഷവും, OBC-ക്ക് 3 വർഷവും, PWBD-ക്ക് 10 വർഷവും, പിന്നെ എക്സർവീസ്മാൻ്റെ റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിഡോസ്, ഡിവോഴ്സ്ഡ് വുമൻസിനൊക്കെ 7 വർഷത്തിനധികം റിലാക്സേഷൻ ഉണ്ട്. റിലാക്സേഷൻ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, ഇപ്പോൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നതിൻ്റെ അപ്പർ ലിമിറ്റ് 28 വയസ്സാണെന്നുണ്ടെങ്കിൽ ഒരു SC-ST ആയിട്ടുള്ള ആൾക്കാർക്ക് അത് 33 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. എന്നുവെച്ചാൽ 5 വർഷം കൂടെ കൂടുമ്പോൾ 33 വയസ്സ് വരെ ആവും. ഇങ്ങനെയാണ് ഏജ് കാറ്റഗറി നമ്മൾ റിലാക്സേഷൻ നോക്കേണ്ടത്. പിന്നീട് എസൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. ഇന്ത്യയിൽ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏത് ഡിസിപ്ലിനിൽ ഒരു ഡിഗ്രി മാത്രമാണ് ചോദിക്കേണ്ടത്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കൊമേഴ്സ്യൽ ബാങ്കാണ് SBI. ഇപ്പോൾ SBI ക്ലർക്ക് ആവണമെങ്കിൽ നിങ്ങൾ ഡിഗ്രി പാസ്സായാൽ മതി. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് പോലും ഇവിടെ ചോദിക്കുന്നില്ല. ഈ 2 ഘട്ട പരീക്ഷകൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് SBIയിൽ ക്ലർക്കായിട്ട് മാറാൻ പറ്റും. ഇവിടെ ഒരു പ്രൊവിഷൻ ബാങ്ക് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഫൈനൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് 2024 ഡിസംബർ 31 മുമ്പ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. നമുക്ക് ഈ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെ ഒക്കെ സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫെബ്രുവരി 2025 ആയിരിക്കും, അല്ലെങ്കിൽ 2025 ഫെബ്രുവരി മാസമായിരിക്കും പ്രിലിംസ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 സബ്ജക്റ്റാണ് ആ പരീക്ഷയ്ക്ക് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 30 ക്വസ്റ്റ്യൻ ആണ്, 30 മാർക്ക്. സെഷണൽ ടൈമായിട്ട് 20 മിനിറ്റാണ്. ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് വരുന്നത് 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്ക്, വരുന്നത് 20 മിനിറ്റാണ്. റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്ക്, 20 മിനിറ്റ്. ടോട്ടൽ 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 1 മണിക്കൂറാണ് പരീക്ഷ.
ബാങ്ക് എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാം എന്താണ്, സെഷണൽ ടൈമും സെഷണൽ കട്ട് ഓഫും ആയിരിക്കും. അപ്പം പ്രിലിംസിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. അപ്പോൾ ഫേസ് 2 എക്സാമിനേഷൻ വരുന്നത് മെയിൻസ് എക്സാമിനേഷനാണ്. മെയിൻസ് എക്സാമിനേഷൻ്റെ പാറ്റേൺ നോക്കാം. നമുക്ക് ആദ്യം ജനറൽ അവയർനെസ് 50 ചോദ്യങ്ങൾ, 50 മാർക്ക്, 35 മിനിറ്റാണ് സെഷണൽ ടൈം വന്നേക്കുന്നത്. ജനറൽ ഇംഗ്ലീഷിന് 40 ചോദ്യങ്ങൾ, 40 മാർക്ക്, 35 മിനിറ്റാണ് സെഷണൽ ടൈം വന്നേക്കുന്നത്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 50 ചോദ്യങ്ങൾ, 50 മാർക്ക്, 45 മിനിറ്റ്. റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 50 ചോദ്യങ്ങൾ, 60 മാർക്ക്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് 2 മാർക്കായിരിക്കും. 45 മിനിറ്റാണ് സെഷണൽ ടൈം വന്നേക്കുന്നത്. ടോട്ടൽ 190 ചോദ്യങ്ങളാണ് മെയിൻസ് എക്സാമിനേഷന് വരുന്നത്. 200 മാർക്കാണ് ടോട്ടൽ മാർക്ക്. 2 മണിക്കൂർ 40 മിനിറ്റാണ് എക്സാമിൻ്റെ ടോട്ടൽ ടൈം. പിന്നെ നമുക്കറിയാം കോമ്പറ്റീവ് എക്സാംസിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. ഇവിടെ നമുക്ക് 1 മാർക്കാണ് ചോദ്യത്തിനെങ്കിൽ 1/4 മാർക്കായിരിക്കും നമ്മുടെ നെഗറ്റീവ് മാർക്കായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, അടുത്തത് വെയിറ്റിംഗ് ലിസ്റ്റ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫൈനൽ സെലക്ഷൻ വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഫൈനൽ റിസൾട്ട് വരുന്ന ദിവസം തന്നെ നമുക്കൊരു വെയിറ്റിംഗ് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഒരു സ്റ്റേറ്റിന്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 426 വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഏകദേശം 213 പേരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മുടെ അതേ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളല്ല SBI പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം നോക്കേണ്ടതെന്ന് വെച്ചാൽ 1 വർഷമാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ കാലാവധി. പിന്നീട് ഏതെങ്കിലും ഒരാൾ റിസൈൻ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ ആവാതെ പോവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും പരിഗണിക്കും. 1 വർഷമാണ് വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ കാലാവധി. പിന്നെ നമ്മൾ നോക്കേണ്ടത് പേ സ്കെയിലാണ്. ഇപ്പോൾ ഒരു ഡിഗ്രി ഹോൾഡറിനെ സംബന്ധിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇത്രയും നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാങ്കിൻ്റെ നമുക്കറിയാം ബേസിക് പേ പറഞ്ഞേക്കുന്നത് 26,730 ആണെങ്കിൽ തന്നെയും അലവൻസ് എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ആദ്യം തന്നെ മന്ത്ലി നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്. അതുപോലെ നമ്മുടെ ഓരോ സിറ്റികൾ അനുസരിച്ച് നമ്മുടെ ബാങ്കിന് കിട്ടുന്ന പേയ്മെൻറ്റിനകത്തിൽ ആൾട്ടറേഷൻസ് ഉണ്ടാവും. അപ്പം നല്ല ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ച്. പിന്നീട് നമുക്ക് എക്സാം സെൻറ്റർ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് കേരളത്തിൽ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് വരുന്നത് ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാം സെൻറ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയൊക്കെ എക്സാം സെൻറ്റർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലക്ഷദ്വീപിന് കവരത്തിയാണ് സെൻറ്റർ വരുന്നത്. ഇപ്പോൾ ലക്ഷദ്വീപും കേരളവും ട്രിവാൻഡ്രം സർക്കിളിലാണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC, ST, PWBD ആ കാറ്റഗറിക്കൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. പിന്നെ ജനറൽ OBC EWSന് നമുക്ക് 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ബാങ്ക് എക്സാമിനേക്കാളുള്ള ഫീസ് കുറച്ച് കുറവാണ് SBIയുടെ എക്സാമിന് ഇപ്പോൾ. പിന്നെ ഹൗ ടു അപ്ലൈ, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ SBIയുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിസംബർ 17 അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ജനുവരി 7 വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി പരമാവധി ഉപയോഗിക്കുക. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യണം. ബാങ്ക് എക്സാംസ് പോലുള്ള ഏത് കോമ്പറ്റീവ് എക്സാംസിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായ ഗൈഡൻസ് ആവശ്യമാണ്. നിങ്ങളുടെയും ചോയ്സ് ഒരു ബാങ്കിങ് കരിയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെസ്റ്റ് ഓപ്ഷൻ IBS തന്നെയാണ്. കാരണം ഇക്കഴിഞ്ഞ IBPS, PO, SO, ക്ലർക്ക് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ സെൻട്രലിൽ നിന്ന് എഴുതിയ കുട്ടികളിൽ 50% പേരും പ്രിലിംസ് പാസ്സാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയും ചോയ്സ് ഒരു ബാങ്കിങ് കരിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെയും IBS സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ SBI ക്ലർക്ക് നോട്ടിഫിക്കേഷൻ്റെ ഒരു ഓവർവ്യൂ. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.